ഹായ് ആൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തേക്കുക, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ 2 കിലോ കേക്ക് ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കിലോൻ്റെ 2 വീതം കേക്ക് തയ്യാറാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാനിവിടെ 2 കിലോൻ്റെ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ശരിക്കും 1 കിലോൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 മുട്ടയ്ക്ക് 1 കപ്പ് മൈദയും പിന്നെ 1/4 കപ്പിന് കുറച്ചധികം പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചാൽ കറക്റ്റ് ഒരു കപ്പ് കിട്ടും. അപ്പോൾ മൈദക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ കിലോ ഉണ്ടാവാറ്. 1 കപ്പ് മൈദക്ക് 1 കിലോ ആണ്. 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1/2 കിലോൻ്റെ കേക്കാണ്. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് കേക്കിൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് നല്ലോണം മധുരം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ ബാലൻസ് ആയിട്ട് നല്ല സോഫ്റ്റ് കേക്ക് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് മധുരവും ഉണ്ടാകും നമ്മുടെ കേക്കിൽ. അപ്പോൾ ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് ഫുൾ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഫ്ലഫിയായി പൊന്തി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങളുടെ സ്പീഡ് കുറക്കണം കേട്ടോ. ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ സ്പീഡ് ആക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലേക്ക് ലോ സ്പീഡിൽ തന്നെ ആക്കിയിട്ട് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കാം. അത് ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ഞാൻ ഒഴിക്കുന്നത് 1/2 കപ്പ് പാലാണ്. അപ്പോൾ പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ആ ഒരു മുട്ടൻ്റെ ആ കുത്തൊക്കെ മാറും. അപ്പോൾ ഈ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടർ സ്കോച്ച് എസെൻസ് ഇട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണോളം ബട്ടർ സ്കോച്ച് എസെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൈദ ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ കേക്ക് അമർന്നു പോകും. ഇനി ഞാനിവിടെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബേക്ക് ചെയ്യുന്ന പാത്രം അവിടെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉള്ളളവ് വിട്ടും. പിന്നെ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടി ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് മൈദ തൂവി കൊടുക്കാം. അതുപോലെ തന്നെ ആ സൈഡിലും ബട്ടർ പേപ്പറൊക്കെ അളവ് അനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പറും വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് ഞങ്ങൾക്ക് കരിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ പറ്റിപ്പോകുകയോ ഒന്നും ചെയ്യില്ല. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് എയർ ബബിൾസ് കയറിയിട്ടുണ്ടാകും. അപ്പോൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പോകും. ഇനി ഞാനിവിടെ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബേക്ക് ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രീം അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ? ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് കേക്കാണ്. ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം കേക്ക്. പിന്നെ ഞങ്ങൾ ക്രീമാണ് ഇതിലേക്ക് ഇട്ടെടുക്കേണ്ടത്. അപ്പോൾ ക്രീമിലേക്ക് അതായത് ഞാൻ ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 2 ഡ്രോപ്സ് മതിയാകും, ആ ഒരു ഫ്ലേവറിനും ആ ഒരു കളറിന് മാത്രമാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഞാനിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് സമയം സെറ്റാക്കാൻ വെക്കാം. അതിനുശേഷം ഒന്നും കൂടെ ക്രീം ഇട്ടിട്ട് നിങ്ങൾക്കത് ഫിനിഷിങ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് ഇതിൻ്റെ ടോപ്പിലായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ
1/4 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറ് മാറുന്നവരെ നിങ്ങൾക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോക്ക് ആവശ്യമായ സോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് മെൽറ്റാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഫുള്ളായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ആ ഒരു സമയത്ത് നല്ല ഒരു ഫ്ലേവർ നമ്മുടെ സോസിന് ലഭ്യമാകും. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതെന്തായാലും ചൂട് ആറണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ പീനട്ട് ഉപയോഗിച്ച് ഒരു ക്യാൻഡി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് സൈഡൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പൊളിമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയുടെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ പൊളിമിയപ്പ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.